പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെ നമ്മൾ സമീപിച്ചു. നമ്മൾ സാധാരണയുള്ള ജനങ്ങൾക്കൊക്കെ ഒരു നിലവാരത്തിലുള്ള അവരെ ജീവിത നിലവാരം ഉയർത്താനുള്ള എന്തെല്ലാം കഴിയോ അതെല്ലാം നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. അദ്ദേഹത്തിനോട് ചോദിക്കാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഏതോ ഒരു രാഷ്ട്രീയ കക്ഷി താങ്കളെ മത്സരിക്കാൻ ക്ഷണിച്ചിരുന്നു, മത്സരിക്കാമോ എന്ന് ചോദിച്ചിരുന്നു എന്ന രീതിയിൽ നാട്ടുകാരിൽ നിന്ന് അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ടോ താങ്കൾ? അങ്ങനെ രാഷ്ട്രീയത്തിൽ മത്സരിക്കാനൊരു പ്ലാനോ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെ നമ്മൾ സമീപിച്ചു. അപ്പൊ നമ്മളിപ്പോ മത്സരത്തിക്കൊന്നും ഇല്ലാന്നും മങ്കടയുടെ നന്മക്ക് വേണ്ടി ഇപ്പൊ ഈ യുണൈറ്റഡ് FC ഒരു ക്ലബ്ബുമായി സഹകരിച്ചാണ് നമ്മൾ ഫുട്ബോളിലും സാംസ്കാരിക മേഖലകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുൻതൂക്കം നൽകിക്കൊണ്ട് അത് ആദ്യമുള്ളതാണ്. അതൊന്നും കൂടി ഒന്ന് ദൃഢമായി അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ പലരിൽ നിന്ന് നമ്മളും അറിഞ്ഞു ഇതേപോലെ നമ്മുടെ പേരുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പരിഗണിച്ചതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും ഇപ്പൊ തൽക്കാലം നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ മങ്കടയുടെ നന്മക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോ ശരിക്കും ഇപ്പോൾ മത്സരിക്കാൻ ഉള്ള താങ്കളോട് സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞു. മത്സരിക്കാത്തതിന് അവരോട് താങ്കൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ മത്സരിച്ചാൽ ഒരുപക്ഷെ ഇവിടെ മഞ്ഞളാംകുഴി അലിയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥിയായി വരിക. അദ്ദേഹത്തിനോട് മത്സരിച്ച് പരാജയപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയാണോ, അതോ ഇപ്പോൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് ഇറങ്ങാനുള്ള താല്പര്യമില്ലായ്മയാണോ? നമ്മൾ അങ്ങനെ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നമ്മളൊരു ചിന്ത ഒരു പ്ലാനോ ഒന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പോ നമുക്ക് അങ്ങനെ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും നമ്മൾ ഈക്വലായിട്ട് നിൽക്കുന്നൊരു ആളുകളാണ് എന്നുള്ള രീതിയിൽ ഇപ്പൊ തൽക്കാലം നമ്മൾ ആ രീതിയിലാണ് പറഞ്ഞവരെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ ഈ തവണ മത്സരിക്കുന്നില്ലെങ്കിലും ഇനിയിപ്പോ താങ്കളിപ്പോ ഇവിടെ ജീവകാരുണ്യ രംഗത്ത്, സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, അതുപോലെ തന്നെ കായിക സാംസ്കാരിക രംഗത്ത് യുണൈറ്റഡ് FC മങ്കടയുടെ വളർച്ചയ്ക്ക്, മങ്കടയിലെ പ്രതിഭകളെ വളർത്തിയെടുക്കലൊക്കെയാണ് താങ്കളുടെ ലക്ഷ്യം. ഒരുപക്ഷെ PT അബ്ദുൽ സലാം മാത്രമല്ല, PT അൻവർ, PT ഇർഷാദ്, PT ഷെരീഫ്, മജീദ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബം മങ്കടയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, PT ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത് മങ്കടയിലാണ് ഞങ്ങളുടെ ജന്മനാട്, മങ്കടയിലൂടെയാണ് ഞങ്ങൾ വളർന്നത്, മങ്കടയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയാം? നമ്മൾ സാധാരണയുള്ള ജനങ്ങൾക്കൊക്കെ ഒരു നിലവാരത്തിലുള്ള അവരെ ജീവിത നിലവാരം ഉയർത്താനുള്ള എന്തെല്ലാം കഴിയോ അതെല്ലാം നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. പൊതുവായിട്ട് സ്പോർട്സ് മേഖലകളിലാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളൊരു ഗ്രൗണ്ടിനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം വഴുകാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മൾ മങ്കടക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ. നമ്മളെ കഴിയുന്ന ഞങ്ങളെ നാട് എന്ന നിലയിൽ ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കും. ഞാൻ അവസാനം ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇനിയിപ്പോ ഈ തവണ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് ഇതില്ല, മത്സരിക്കാനില്ല എന്ന് അവരെ അറിയിച്ചു എന്ന് പറഞ്ഞു. ഇനി അടുത്ത 5 വർഷം കൂടി കഴിയുമ്പോൾ ഇനിയൊരു ഘട്ടത്തിൽ താങ്കളോട് മത്സരിക്കാം. കാരണം ഇപ്പോൾ നിലവിൽ ഈ മങ്കടയിലെ ഒരു അറിയപ്പെടുന്ന മുഖമാണ് PT ഗ്രൂപ്പിലെ PT അബ്ദുൽ സലാം. കാരണം എല്ലാ രംഗത്തും താങ്കളുണ്ട്. അപ്പോൾ അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ താങ്കളെ സമീപിച്ചാൽ അന്ന് ഈ തീരുമാനം മാറുമോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ടാവും. ഒരു ബിസിനസ് പോലെ അല്ല രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ആലോചിച്ചിട്ട് അത് ആ സന്ദർഭം നോക്കിയിട്ട് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം അത് അന്നൊരു തീരുമാനം എടുക്കും. തീർച്ചയായിട്ടും അതാണല്ലേ. അപ്പൊ ഈ ഇങ്ങനെ നിങ്ങളെ പ്രധാനപ്പെട്ട നേതാക്കളെ സന്ദർശിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഈ സന്ദർശിച്ച കാര്യം, മത്സര രംഗത്തേക്ക് വരുന്ന കാര്യം, കുടുംബം എല്ലാവരും ഒരുമിച്ച്, ഇപ്പൊ PT അൻവർ, PT ഷെരീഫ്, ഇർഷാദ്, അങ്ങനെ നിങ്ങളുടെ കുടുംബ സഹോദരങ്ങൾ, നിങ്ങൾ 5
സഹോദരങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പടുത്തതാണല്ലോ ഈ PT ഗ്രൂപ്പ് എന്ന തീർച്ചയായും. വലിയ വ്യവസായ സാമ്രാജ്യം. നിങ്ങളുടെ കഷ്ടപ്പാടും വിയർപ്പും അതൊക്കെ ഒരിക്കൽ ഞങ്ങൾ തന്നെ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബമായിട്ട് ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണോ മത്സരിക്കേണ്ട എന്നുള്ളത്? അത് താങ്കൾ വ്യക്തിപരമായിട്ട്? അല്ലല്ല, ഞങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് കുടുംബം ഒന്നിച്ചുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കല്, ഒന്നിച്ച് എടുത്ത തീരുമാനം തന്നെയാണ്. ഇപ്പോൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചത്. തീർച്ചയായിട്ടും. ഏതായാലും PT അബ്ദുൽ സലാം, PT ഗ്രൂപ്പിലെ PT അബ്ദുൽ സലാമിനെ ഒരു രാഷ്ട്രീയ പാർട്ടി സന്ദർശിച്ചിരുന്നു മത്സര രംഗത്തിറങ്ങാൻ നിയമസഭ തെരഞ്ഞെടുപ്പ്. ഏതായാലും ഒരു കുടുംബമായി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് മത്സര രംഗത്തേക്ക് വേണ്ട നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. PT അബ്ദുൽ സലാം എല്ലാ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തും ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന മുഖമാണ്, കൂടുതലും സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മുഖമാണ് PT അബ്ദുൽ സലാം. അപ്പൊ അദ്ദേഹത്തെ അതുകൊണ്ടായിരിക്കാം സമീപിച്ചതെന്ന് തോന്നുന്നു. എല്ലാവരും അറിയപ്പെടുന്ന ഒരു മുഖമെന്ന നിലയ്ക്കാണ് താങ്കളെ സമീപിച്ചത്. അപ്പോൾ ഇപ്പൊ മത്സര രംഗത്തേക്ക്, നിയമസഭ രാഷ്ട്രീയ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ കുടുംബമായി തീരുമാനമെടുത്തു. എല്ലാവർക്കും ഒപ്പം മനസ്സുണ്ട്, പക്ഷേ മത്സര രംഗത്തേക്കില്ല. ഇനി പിന്നീട് ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഏതായാലും രാഷ്ട്രീയം മത്സരം എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിലേക്ക് ഒരു എന്താ പറയാ, ഒരു ഒഴുക്കാണ്, ഒരു പ്രളയമാണ്. ആ പ്രളയം ഒരുപക്ഷെ നമ്മളെ കൊണ്ടുപോകുമോ അത് നിലനിർത്തുമെന്ന് പറയാൻ പറ്റാത്ത ഒരു പ്രളയമായിരിക്കാം. ഏതായാലും പിന്നീടുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും. ഇപ്പോ സമീപിച്ച രാഷ്ട്രീയ കക്ഷികളോട് കുടുംബമായി തീരുമാനമെടുത്ത് മത്സരിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നാണ് PT അബ്ദുൽ സലാം അറിയിക്കുന്നത്. ഏതായാലും ഏത് കക്ഷിയായാലും മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാവട്ടെ, മങ്കടയിലും 2 പാർട്ടിയിലും മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാവട്ടെ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അവർ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് ചാനൽ 10 പറയാനുള്ളത്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.